So hello my dear students. Now we will be discussing about the topic different forms of dividend. You know, dividend means it is actually a return. It is a return for our equity shareholders. നമുക്കറിയാം ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ ആണ്. ആൻഡ് യൂഷ്വലി ദിസ് റിട്ടേൺ വിൽ ബി എക്സ്പെക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ്. അല്ലെ, നമുക്ക് ഒരു ക്യാഷ് റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാഷ് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടണം എന്നാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. ബട്ട് the company cannot always declare dividend in the form of cash. Why? Because the company's liquidity will be affected. അപ്പോൾ പലപ്പോഴും നമ്മൾ ക്യാഷ് ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ പേ ഓഫ് ചെയ്യുമ്പം കമ്പനിയുടെ ലിക്വിഡിറ്റി ആയിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത്. കാരണം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി കൺവേർട്ടിബിലിറ്റി ഇൻടു ക്യാഷ്. അപ്പൊ നമ്മുടെ ക്യാഷിന്റെ ഒരു മജോറിറ്റി നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസിന്റെ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റാതെയായിട്ട് പോകും. അപ്പം ബിസിനസ് പല രീതിയിൽ പല ഓൾട്ടർനേറ്റീവില് എന്ത് ഡിക്ലെയർ ചെയ്യാറുണ്ട്? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. അപ്പം ആ ഓൾട്ടർനേറ്റീവ്സ് ഏതാണ് എന്നതിന്റെ ബേസിസിലാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫോംസ് ഓഫ് ഡിവിഡൻഡ് എന്ന് നമ്മൾ പറയുന്നു. ആൻഡ് ജനറലി ദി കോമൺ ഫോം ഈസ് വാട്ട്? ദി ക്യാഷ് ഡിവിഡൻഡ്. അത് നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു ഡിവിഡൻഡ് ആണെന്ന് പറയുന്നത് ക്യാഷ് ഡിവിഡൻഡ്. സോ ദി ഫസ്റ്റ് ഫോം, നമുക്ക് 5 ഫോംസിനെ പറ്റിയാണ് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദി ഫസ്റ്റ് ഫോം ഈസ് നോൺ ആസ് അവർ ക്യാഷ് ഡിവിഡൻഡ്. സോ വാട്ട് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ദി ക്യാഷ് ഡിവിഡൻഡ്? ക്യാഷ് ഡിവിഡൻഡ് ഹിയർ മീൻസ് usually the companies are paying dividend in the form of cash. So the dividend which are declared and paid at the end of the financial year in the form of cash is known as what? Cash dividend. So നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഡൻഡ് യൂഷ്വലി ഡിക്ലെയർ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡിങ്ങിലാണ്. അതിന്റെ ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡിങ്ങിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയും അത് ക്യാഷിന്റെ ഫോമിൽ നമ്മൾ പേ ചെയ്യുകയും ചെയ്താൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് ഡിവിഡൻഡ്. അപ്പൊ അങ്ങനെ നമ്മൾ ഡിവിഡൻഡ് പേ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? വി ഷുഡ് ഹാവ് adequate amount of cash resources at our disposal. അപ്പൊ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ക്യാഷ് വാല്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാഷ് ഡിവിഡൻഡ് നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. എങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്യാഷ് റിസോഴ്സസ് ആഡിക്വേറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എനി അതർ ഫോം, നമ്മൾ മറ്റ് പല ഇക്വലന്റ് ടു ദാറ്റ് ഓഫ് ക്യാഷ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇനഫ് എമൗണ്ട് ഓഫ് ക്യാഷ് റിസോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫോം ഓഫ് ഡിവിഡൻഡ് പേയ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി ദി നെക്സ്റ്റ് ഫോം, ദാറ്റ് ഈസ് അവർ സ്റ്റോക്ക് ഡിവിഡൻഡ്. അപ്പൊ നമ്മുടെ ഇനഫ് എമൗണ്ട് ഓഫ് ക്യാഷ് റിസോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു സോഴ്സ് അഡോപ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു സോഴ്സ് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. സോ വിച്ച് മീൻസ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഡിവിഡൻഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, they will be paying dividend in the form of shares. That shares issue may be in the form of bonus shares. അപ്പൊ കമ്പനിക്ക് ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് പേ ഓഫ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ കമ്പനി ക്യാഷിന് പകരം in lieu of cash, company may be declaring or paying dividend in the form of shares. അപ്പം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? Company is issuing shares. It's on shares. And many cases the company will convert its divisible profit. Company may convert its divisible profit into bonus shares, and that will be issued to the shareholders. അപ്പോൾ നമ്മൾ ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ? അപ്പൊ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പൊ ഫ്രീ ഓഫ് കോസ്റ്റ് ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? അവർക്ക് കമ്പനി ഈ ഷെയറുകൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പം ആ ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിൽ കമ്പനിക്ക് അത് വിറ്റ് എന്താക്കി മാറ്റാനായിട്ട് പറ്റും? ക്യാഷ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ നമുക്കറിയാം കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. പകരം കമ്പനി എന്ത് ചെയ്യുന്നു? ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്, and the shareholders can
sell these shares in the open market at a future date and can regain the money. അപ്പോൾ നമ്മുടെ liquidity affect ചെയ്യുന്നില്ല. Company shares issue ചെയ്യുന്നു, and that share issue, most cases it will be in the form of bonus shares, or in some cases കമ്പനിക്ക് ചിലപ്പോൾ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ആ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കി അവർക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പം ബാക്കി എമൗണ്ട് അവർ പേ ഓഫ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ക്യാഷ് അല്ലാതെ കമ്പനി ഷെയർ ഫോമിൽ ഇഷ്യൂ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിവിഡൻഡിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റോക്ക് ഡിവിഡൻഡ്. ദാറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ബോണസ് ഷെയർസ്, ഓർ ദാറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് converting partly paid up shares into fully paid up shares, or sometimes company or even may distribute fully paid up shares. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോമിൽ അത് എന്തായിരിക്കും, ഷെയർ ആയിരിക്കും. ഷെയറിന്റെ ഫോമിൽ ഇഷ്യൂ ചെയ്യുന്ന ഡിവിഡൻഡിനാണ് എന്തെന്ന് പറയുന്നത്, ദി സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് the third form of paying the dividend is bond dividend. So here, instead of cash or instead of issuing the shares, the company will be paying the dividend in the form of debentures. അപ്പോൾ ഷെയർ അല്ലാതെ കമ്പനി ഡിബഞ്ചർ ഫോമിലാണ് ഈ റിട്ടേൺ പേ ഓഫ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, ബോണ്ട് ഡിവിഡൻഡ്. ആൻഡ് ദീസ് ഡിബഞ്ചേഴ്സ് or these bonds will be having a long term maturity period, and also this will be having a fixed payment of interest. അപ്പോൾ യൂഷ്വലി ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഒരു ലോങ് ടൈം പീരീഡിലേക്കായിരിക്കും. അതിനെന്തുണ്ടാവും, അതിനൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും. അപ്പം ഈ ഒരു ലോങ് ടൈം പീരീഡിലേക്ക് ഈ പറയുന്ന ഷെയർ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അത് അവർക്കൊരു റിട്ടേൺ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി മച്യൂരിറ്റി പീരീഡ് ദേ വിൽ ബി ഗെറ്റിംഗ് ദെയർ ഇനീഷ്യൽ എമൗണ്ട്. അപ്പൊ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. അതൊരു ലോങ് ടൈം പീരീഡിലേക്കായിരിക്കും, ചിലപ്പോൾ 10 വർഷത്തേക്കായിരിക്കും. ആ 10 വർഷം കഴിയുമ്പം കിട്ടാനുള്ള ഡിവിഡൻഡിന്റെ എമൗണ്ട് അവർക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. അത്രയും നാളെ അവർക്ക് എന്ത് കിട്ടും, ആ എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് അവർക്ക് പേ ഓഫ് ചെയ്ത് അവർക്ക് കിട്ടും. അപ്പം നമുക്കുള്ള ഡിവിഡൻഡ് നമ്മൾ ഡിബഞ്ചർ ഫോമിൽ ലോങ് ടൈം മച്യൂരിറ്റി പീരീഡ് ഉള്ള ഡിബഞ്ചർ ഫോമിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, ബോണ്ട് ഡിവിഡൻഡ് എന്ന് വിളിക്കും. എന്നാൽ ചില കേസിൽ കമ്പനിക്ക് നല്ലൊരു പെർഫോമൻസ് ഇല്ല, കമ്പനിക്ക് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാനോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. കമ്പനി തന്നെ ഒരു വൈൻഡിങ് അപ്പ് സ്റ്റേജിൽ, ഒരു ലിക്വിഡേഷൻ സ്റ്റേജിൽ നിൽക്കുവാണ്. അപ്പൊ കമ്പനിക്കുള്ള ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ, ഈ ഷെയർ ഹോൾഡേഴ്സേ ഉള്ളൂ. അപ്പം ഈവൻ ഇനി കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ ഉള്ള ഷെയർ ഹോൾഡേഴ്സും കൂടെ പോകുന്ന ഒരു അവസ്ഥ വരെ കമ്പനി എത്തി നിൽക്കുവാണ്. അപ്പൊ ആ സമയത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ കമ്പനിക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള ഒരു വേ ഓഫ് ഡിവിഡൻഡ് ഡിക്ലറേഷൻ ആണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് കമ്പനി യൂഷ്വലി അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ or at the time of winding up, company may be paying off dividend in the form of assets other than the cash. അപ്പം കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റുകളുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും ഉള്ള ഒരു ഫോം ഓഫ് നോൺ കറണ്ട് അസറ്റിന്റെ ബേസിസിൽ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്. സോ ദേ വിൽ ബി ഗെറ്റിംഗ് എ ഷെയർ ഓഫ് ദി കമ്പനീസ് ലോങ് ടേം അസറ്റ്സ് or non-current asset. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, property dividend. And this will be usually adopted at the time of liquidation of the company. Company ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്ന സമയങ്ങളിൽ അതിന് ക്യാഷ് പേയ്മെന്റ് ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ പുതിയ ഷെയർസ് ഒന്നും ഇഷ്യൂ നടക്കില്ല, ഡിബഞ്ചറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആ സമയത്ത് കമ്പനിയുടെ അസറ്റ്സ് ആയിരിക്കും കമ്പനി റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്. And the last type of dividend is known as the scrip dividend. So in scrip means actually it is a document. So the company declares dividend in the form of transferable promissory note. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, scrip dividend എന്ന് നമ്മൾ പറയുന്നത്. So the company issue dividend in the form of the transferable പ്രോമിസറി നോട്ട്. ഇപ്പൊ സ്ക്രിപ്പ് എന്ന് പറയുന്ന ഇവിടെ ഒരു ഡോക്യുമെന്റ് ആണ്. ഡോക്യുമെന്റിന്റെ ഫോമിൽ എന്ത് ഇഷ്യൂ ചെയ്യുന്നു,
ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നു. ആൻഡ് ഈ ഡോക്യുമെന്റിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫറബിൾ ഡോക്യുമെന്റ്. നമുക്ക് ഇത് എന്ത് ചെയ്യാം? നമ്മൾ ഒരു പ്രോമിസറി നോട്ട് പോലെ, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാം. ആൻഡ് ഓൾസോ ദ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്, ദി വാല്യൂ, ദി മച്യൂരിറ്റി പീരീഡ് ഓഫ് ദി സ്ക്രിപ്റ്റ് വിൽ ബി ഫോർ എ ലെസർ പീരീഡ്. അത് നമ്മൾ ഡിബെഞ്ചർ കണ്ടു, അത് ലോങ് ടൈം പീരീഡിലേക്കുള്ളതാണ്. പക്ഷെ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് അവർ ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു എഗ്രിമെന്റിന്, ഒരു സർട്ടിഫിക്കറ്റിന് പറയുന്ന ഒരു പേരാണ് എന്തെന്ന് പറയുന്നത്? സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. So script means it will be in the form of a certificate or a document, and the speciality of this document is it can be freely transferred. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ് ഫോമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിവിഡൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ക്രിപ്പ് ഡിവിഡൻഡ് നമ്മൾ വിളിക്കുന്നത്. So there are 5 different forms of paying dividend. Usual and common form of payment is cash. ഇനി ഷെയറിന്റെ ആണെങ്കിൽ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്നും, ഡിബെഞ്ചർ ഫോമിലാണ് നമ്മൾ ഇഷ്യൂ നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബോണ്ട് ഡിവിഡൻഡ് എന്ന് നമ്മൾ വിളിക്കും. ഇനി അസറ്റുകളുടെ ബേസിസിൽ, അസറ്റിന്റെ പോർഷൻ, അസറ്റിന്റെ ബേസിസിലാണ് അതിന്റെ പേയ്മെന്റ് എങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്നും, അല്ലെങ്കിൽ ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഡോക്യുമെന്റ് ടൈപ്പിലാണ് നമ്മൾ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അതിനെ സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് നമ്മൾ വിളിക്കും. ആൻഡ് ദ കമ്പനി ഷുഡ് ഡിസൈഡ് how much amount of their earnings are to be distributed as the dividend. അല്ലെ, നമുക്ക് ബിസിനസ്സിന് ഒരുപാട് ഏർണിങ്സ് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ്സിന് ഒരുപാട് രീതിയിലുള്ള പ്രോഫിറ്റ്സ് ബിസിനസ്സിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അതിന്റെ എല്ലാ പ്രോഫിറ്റും, അതിന് ജനറേറ്റ് ചെയ്യുന്ന മുഴുവൻ പ്രോഫിറ്റും ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം കമ്പനി ഷുഡ് ഡിസൈഡ് how much amount from the total earnings is to be distributed as the dividend. So out of the total earnings, the portion of the profit which is distributed as dividend is known as the dividend payout ratio. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഏർണിങ്സിന്റെ എത്ര പോർഷൻ ആണോ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോർഷന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയും. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കുന്നു. ഏതിന്റെ? ടോട്ടൽ ഏർണിങ്സിന്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏർണിങ്സിന്റെ എത്ര പോർഷൻ ആണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പം ദി ഡിനോമിനേറ്റർ വിൽ ബി ഏർണിങ്സ് പെർ ഷെയർ ആൻഡ് ന്യൂമറേറ്റർ ഈസ് ഡിവിഡൻഡ് പെർ ഷെയർ. സോ ദി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിംഗ് ദ ഫോർമുല ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. അപ്പൊ നമ്മുടെ ടോട്ടൽ ഏർണിങ്സിന്റെ എത്ര പോർഷൻ ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ പേ ഓഫ് ചെയ്യുന്നു, അതിനെ നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മൾ 10,000 rupees ആണ് നമ്മൾ ഏർണിങ്സ് ആയിട്ട് ഒരു വർഷം നമുക്ക് കിട്ടിയത്. അതിൽ 5,000 rupees നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ എങ്ങനെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം? 5,000 ഡിവൈഡഡ് ബൈ 10,000. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50% എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ ബാക്കി എന്ത് ചെയ്തു? കൊടുക്കാത്ത പോർഷൻ എന്ത് ചെയ്തു? അത് ബിസിനസ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പം ദ പോർഷൻ ഓഫ് ദ ഏർണിങ്സ് വിച്ച് ഈസ് retained in the business is known as what? Dividend retention ratio. അപ്പം ബിസിനസിന്റെ എത്ര പോർഷൻ ആണോ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുന്നത്, അതിനെ നമ്മൾ എന്തെന്ന് പറയും? റീറ്റെയിൻഡ് പോർഷൻ എന്ന് പറയും. So it is that portion or that percentage of the net income that is retained in the business. അപ്പൊ ഈ റിട്ടൻഷൻ എന്തിനു വേണ്ടിയാണ്? ബിസിനസിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, ബിസിനസിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്, ബിസിനസിന് ഇൻ ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയാണ്, ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി. അതിനൊക്കെയാണ് ബിസിനസ് എന്ത് ചെയ്യുന്നത്? റീറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ബിസിനസ് ഡിവിഡൻഡ് പേ ഔട്ട് പ്ലസ് ഡിവിഡൻഡ് റീറ്റെയിൻഡ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇറ്റ്സ് എ ടോട്ടൽ ഏർണിംഗ്സ് or that it will be equal to 1. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഡിവിഡൻഡ് റിട്ടൻഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു 1 മൈനസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അപ്പൊ നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഡിവിഡൻഡ് റിട്ടൻഷൻ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഡിവിഡൻഡ് റിട്ടൻഷൻ റേഷ്യോയുടെ മറ്റൊരു പേരാണ് പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, ഓർ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന, നമ്മൾ
പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ അത് ബിസിനസിന്റെ എക്സ്പാൻഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. So these are the concepts which we have discussed now, the types of dividend and the dividend payout ratio and the dividend retention ratio. So this is the topic of our discussion related with this area. The next area is relating to the advantages and disadvantages of stable dividend policy. That will be discussed in another video. Okay.